ഇടുക്കി പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ട് ഈ മേഖലയിൽ. നീലക്കുറിഞ്ഞിയൊക്കെ പൂക്കുന്നൊരു സമയമായിരുന്നു. സീസണൽ ടൂറിസമാണല്ലോ കൂടുതൽ ലക്ഷ്യമിടുന്നത്. നീലക്കുറിഞ്ഞി പൂത്ത് കിടക്കുകയാണ്, പക്ഷേ ഒരാൾക്ക് പോലും അങ്ങോട്ട് എത്താൻ പറ്റാത്ത സ്ഥിതിയാണ്. റോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുന്നു. ഇടുക്കിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മൂന്നാർ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയിരുന്നു വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത്. ഇനിയിപ്പോൾ അത് തിരിച്ചു വരിക എന്ന് പറയുന്നതും അതിലേക്ക് തിരിച്ച് എത്തിക്കുക എന്നുള്ളതുമാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഓണക്കാലത്തെ മലയാളികളുടെ പ്രധാന ടൂറിസം കേന്ദ്രമായിരുന്നു മൂന്നാറും സമീപ പ്രദേശങ്ങളും. എന്നാൽ പ്രളയം സർവ്വതും തകർത്തു. മൂന്നാറിലേക്കും മറ്റും എത്തേണ്ട പ്രധാന പാതയായ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ കാഴ്ചയാണിത്. അടിമാലി മുതൽ മൂന്നാർ വരെ നിരവധിയിടങ്ങളിലാണ് റോഡ് തകർന്നിട്ടുള്ളത്. മൂന്നാറിലേക്ക് ഇപ്പോൾ എത്താനാകുന്നത് ചെറുവാഹനങ്ങൾക്ക് മാത്രം. മൂന്നാർ മറയൂർ ഉദുമൽപേട്ടയിലെ ഏകപാതയിലെ പെരിയവാര പാലം തകർന്നതും തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വരവ് ഇല്ലാതാക്കി. വലിയ ഗതാഗത കുരുക്ക് ഉണ്ടാകാറുള്ള മൂന്നാർ ടൗൺ ഇന്ന് വിജനമാണ്. ഞങ്ങൾ നീലക്കുറിഞ്ഞ് ഓർത്ത് ഇവിടെ നീലക്കുറിഞ്ഞ് പൂക്കാനായിട്ട് ഇരുന്നു. മഴ വന്ന് എല്ലാം നശിപ്പിച്ചു. ആകെ മൊത്തം എല്ലാം ഇതായി. ടൂറിസ്റ്റ് ഏകപ്പെട്ട മലയാളീസ് എല്ലാം വരുന്നു ഓർത്തു. അതും റോഡ് മൊത്തം പോയി. അവരും എല്ലാം വെള്ളത്തിലാണ്. അതിനുവേണ്ടി എന്തേ പെട്ടെന്ന് സർക്കാർ ഞങ്ങൾക്ക് ടൂറിസ്റ്റ് വരവയ്ക്കണമെന്ന് സർക്കാരോട് കേട്ടു. ചോണം ആൾക്കാർ മറന്നോണ്ടേ ഈ സമയം ഇതൊക്കെ മാറണം. ഇപ്പോൾ കച്ചവടമില്ല. ഇപ്പോൾ ബ്ലോക്കൊക്കെ മാറിയുണ്ട്. ഗസ്റ്റ് വന്നാൽ കച്ചവടമാവും. മൂന്നാറിലെ റിസോർട്ടുകളും ഹോട്ടലുകളും മറ്റും താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. ഓണം നീലക്കുറിഞ്ഞി സീസണുകൾ മുമ്പിൽ കണ്ട വിനോദസഞ്ചാര മേഖലയിൽ മുതൽ മുടക്കിയവർ ഇനി എന്തെന്ന ചോദ്യം ഉന്നയിക്കുന്നു. ആ ഓണം സീസൺ പൂർണ്ണമായി പോവുകയും അതിനുശേഷം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന 14 വർഷം കൂടുമ്പോൾ പൂക്കുന്ന നീലക്കുറിഞ്ഞി സീസൺ പ്രതീക്ഷിച്ചിരുന്ന എല്ലാ ഹോട്ടൽ ഉടമകൾക്കും ചെറിയ ചെറിയ കോട്ടേജ് ഹോം സ്റ്റേ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ് നടത്തിക്കൊണ്ട് പോകാനായിട്ട്. അവിടുത്തെ എല്ലാവരും തന്നെ വലിയ വാടക കൊടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വാടക കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ജീവനക്കാരെ തന്നെ കുറച്ച് നമ്മൾ ഒരു വിധത്തിൽ മുമ്പോട്ട് പോവുകയാണ്. ജീവനക്കാരെ എല്ലാവരും തന്നെ ഒഴിവാക്കി പോയിക്കൊണ്ടിരിക്കുന്നു. അവർക്കും പുതിയ സ്ഥലത്ത് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. റോഡുകളുടെ ശോചനീയാവസ്ഥ ഒന്ന് മാറിക്കഴിഞ്ഞാൽ മൂന്നാറിലേക്ക് ഗസ്റ്റ് കയറുമെന്നുള്ള വളരെയധികം പ്രതീക്ഷയുണ്ട്. എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ മോശമായ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഹോട്ടൽ പ്രസ്ഥാനങ്ങളൊക്കെ പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കടക്കും. അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള അടിയന്തര ഇടപെടൽ മാത്രമാണ് ഇടുക്കിയുടെ ടൂറിസം മേഖലയെ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കാനുള്ള ഏക പോംവഴി. മൂന്നാറിന് അനുബന്ധമായുള്ള മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ മറയൂരും മാട്ടുപ്പെട്ടിയും വട്ടവടയും രാജമലയുമൊക്കെയും ഇപ്പോഴും വിജനമായ അവസ്ഥയിലാണ്. പ്രളയം വലിയ തിരിച്ചടിയാണ് ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് സൃഷ്ടിച്ചത്. ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തേണ്ട സമയമാണിത്. ക്യാമറ പേഴ്സൺ വിൽസൺ കളരിക്കലിനൊപ്പം ആൽവിൻ തോമസ്, മീഡിയ 1 ഇടുക്കി.